മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ദിക്റുകൾ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റമളാൻ മാസത്തിന്റെ പരിശുദ്ധമായ ദിക്റുകൾ നമ്മൾ ചെല്ലാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ് എൻ്റെ കുടുംബങ്ങൾ എല്ലാവരും നോമ്പെടുത്തിട്ടാണ് ഈ മജ്ലിസിൽ ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ 70 വർഷത്തോളം 70 കൊല്ലത്തോളം അല്ലാഹു അയാളെ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അതാ നമ്മൾ ഇന്ന് തൊട്ട് ചെല്ലാൻ പോകുന്ന ദിക്റുകളുണ്ടല്ലോ, ഇന്ന് തൊട്ട് ചെല്ലാൻ പോകുന്ന സ്വലാത്തുകളുണ്ടല്ലോ, ഇന്ന് തൊട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്വതക്കകളുണ്ടല്ലോ, ഇന്നലെ വരെ ചെയ്ത പ്രതിഫലമല്ല, ലക്ഷക്കണക്കിന് പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മജ്ലിസ് കാണുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും എല്ലാ റഹ്മത്തും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, എല്ലാവരും സലാത്ത് ചൊല്ലി തുടങ്ങിക്കോളൂ. അല്ലാഹ്, ഞങ്ങൾ ചൊല്ലുന്ന സലാത്തിലൂടെ ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ. എല്ലാവരും റെഡിയല്ലേ? എല്ലാവർക്കും നോമ്പില്ലേ? നോമ്പില്ലാത്ത സഹോദരിമാരൊക്കെ ഉണ്ടാകും, വിഷമിക്കണ്ട. അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഒരു ഇളവുകളാണ്. അല്ലാഹു നോമ്പെടുത്ത കൂലി എന്തായാലും നൽകും. മനസ്സറിഞ്ഞ് നല്ല നിയ്യത്ത് വെച്ച് നല്ല ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് മജ്ലിസിലിരിക്കുക. അൽഹംദുലില്ലാഹ്, പരമാവധി നമ്മുടെ മജ്ലിസിന്റെ ലിങ്കുകൾ എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളൊക്കെ ജോലിയുടെ തിരക്കിലാണ്, എല്ലാം അറിയാം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ റമളാൻ മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ ഈ റമളാൻ പോയത് അറിഞ്ഞില്ല. സാധാരണ റമളാനിൽ ഞങ്ങൾ നോമ്പെടുക്കുമ്പോൾ പടച്ചവനെ വല്ലാത്ത നോമ്പെടുത്ത് ജോലി എടുക്കുന്ന സമയത്ത് അസറിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾ ടയേർഡാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, സഹോദരന്മാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസ് അസറിന് ശേഷമായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിയ്യത്ത് വെച്ച് ഞങ്ങൾ ജോലി എടുക്കുമ്പോൾ, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ ദിക്ർ ചൊല്ലിയിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജോലിയുടെ ക്ഷീണം അറിയുന്നില്ല. മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോഴാ മഗ്രിബ് ബാങ്കാവുന്നതെന്ന് അറിയുന്നത്. അൽഹംദുലില്ലാഹ്, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മാലാഖമാര് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധമായ ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് തന്നിരിക്കുന്നത് ഓരോരുത്തരെയും മാലാഖമാര് മുസാഫഹത്ത് ചെയ്യുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഹബീബായ പുന്നാര ഹബീബായ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസിലിരിക്കുമ്പോ മാലാഖമാര് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. കൻസുൽ ജന്നയിൽ ഒരുമിച്ചിരുന്ന് ഈ ദിക്റുകൾ ചെല്ലാൻ പോകുന്ന കുടുംബങ്ങളെ, നമ്മളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് മലക്കുകൾ വരികയാണ്, നമ്മളെ പരിചയപ്പെടുകയാണ്. ഓരോരുത്തരെയും മാലാഖമാര് മുസാഫത്ത് ചെയ്യുകയാണ്. പക്ഷേ നമ്മളത് അറിയുന്നില്ല. റമളാനിന്റെ നോമ്പ് പിടിച്ച് ഈ മജ്ലിസ് കേൾക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുന്ന എൻ്റെ കുടുംബങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വലുതാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറായി റൂമിലേക്ക് നടന്നു പോയില്ലേ? ദിക്ർ ചെല്ലാൻ വേണ്ടി റൂമിലേക്ക് പോയവരില്ലേ? ഹാളിലേക്ക് അതാ നടന്നു പോയവരില്ലേ? അതാ അടുക്കളയിലേക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് അദ്കാറുൽ മസാ ചെല്ലണമെന്നുള്ള നിയ്യത്ത് വെച്ച് നോമ്പുകാരനായി നിങ്ങൾ നടന്നു പോയിട്ടില്ലേ? അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? ഒരു കൊല്ലം ഇബാദത്തെടുത്ത കൂലിയാ, ഒരു കൊല്ലം ഇബാദത്തെടുത്ത കൂലിയാ. അല്ലാഹുവേ, ഞങ്ങൾക്കത് നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മുടെ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവരും സലാത്ത് ചൊല്ലി തുടങ്ങിക്കോളൂ. സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദീൻ. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലിഹി, അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലിഹി, അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലിഹി, اللهم صل على
النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് പുന്നാര ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇനി സ്ക്രീനിൽ കാണുന്ന ദിക്ർ നമുക്ക് റമളാനിൽ ചെല്ലാനുള്ള ദിക്റാണ് നിങ്ങൾ അതാ സ്ക്രീനിൽ കാണുന്ന ദിക്റുണ്ടല്ലോ അതാ റമളാനിൽ ചെല്ലാനുള്ള ദിക്റാണ് നാളെ പരലോകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോ റമളാൻ നമ്മളിൽ സാക്ഷി നിൽക്കുന്ന ദിക്റാണ് അവിടെ ഖുർആൻ വരും നമ്മളെടുത്ത നോമ്പ് വരും നമ്മൾ ചൊല്ലിയ ദിക്ർ വരും ആ സമയത്ത് നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ വേണ്ടി ഓടിയെത്തുന്ന ദിക്റാണ് കുടുംബങ്ങളെ അല്ലാഹുവേ നീ ബഹുമാനം നൽകിയ മഹത്വം നൽകിയ പവിത്രം നൽകിയ ഈ മാസമില്ലേ ഷാഹിദല്ലനാ ഞങ്ങളെ കൂടെ ഒരാളുമില്ലാത്ത ലോകത്ത് വരുമ്പോ നീ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തണേ അല്ലാ ഇതിന്റെ അർത്ഥമാ ഞാൻ പറഞ്ഞു തരുന്നത് ലാ ഷാഹിദൻ അലൈനാ റമളാൻ മാസം തിരിച്ചറിയാത്ത തിരിച്ച് ചില ആളുകളുണ്ട് റമളാൻ മാസം വന്നിട്ട് അവരെ തിരിച്ചറിയൂല അല്ലാഹുവേ അവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ നോമ്പെടുത്തിട്ട് ഫിത്ന പറഞ്ഞവനാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ നോമ്പെടുത്തിട്ട് കള്ളം പറഞ്ഞവര് നോമ്പെടുത്തിട്ട് തെറ്റുകൾ ചെയ്തവര് ആ സമയത്ത് റമളാൻ മാസം അവരെ തിരിച്ചറിയൂല ചില ആളുകളെ മാറ്റി നിൽക്കും അവരിൽ നിങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ എന്റെ പ്രിയപ്പെട്ടവരെ അതായി റമളാൻ ഞങ്ങൾക്ക് ആശ്വാസമേകണോ ഞങ്ങളെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ബാപ്പമാരെ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളെ ഉമ്മമാരെ ഞങ്ങളെ അമ്മായിയമ്മമാരെ ഞങ്ങളെ ഭർത്താവിന്റെ ഉമ്മയെ ഞങ്ങളെ ഭാര്യയുടെ ഉമ്മയെ ഭർത്താവിന്റെ വാപ്പയെ ഭാര്യയുടെ ഉമ്മയെ ഭാര്യയുടെ വാപ്പയെ ഞങ്ങളെ മക്കള് ഞങ്ങളെ സഹോദരങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അങ്ങനെ അതാ തുടങ്ങുന്ന ദുആയാണ് നമ്മൾ റമളാൻ മാസത്തിൽ ചൊല്ലുന്നത് നാളെ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന ദുആയാണ് ഒരു ദിവസവും ഇന്നു മുതൽ മുടങ്ങരുത് എല്ലാവരും വൈകുന്നേരമാകുമ്പോ മജ്‌ലിസിൽ നേരത്തെ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ചൊല്ലി തുടങ്ങിക്കോളൂ اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الديون والمظالم والنار റബ്ബേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഇനി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റമളാൻ മാസം മുഴുവനും നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത് എല്ലാവരും സ്വർഗത്തെ ചോദിച്ചോ സ്വർഗം നമുക്ക് വേണം ഈ നോമ്പെടുത്തിട്ട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു അല്ലാ ഞങ്ങളെ കുടുംബങ്ങൾ സ്വർഗം ചോദിക്കുന്നു റബ്ബേ അല്ലാ ഞങ്ങൾ തെറ്റുകാരാണ് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ നരകത്തെ ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ എന്ന് അർത്ഥം വരുന്ന ദിക്റാണ് എല്ലാവരും 11 തവണ ചൊല്ലിക്കോളൂ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار
أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار ربي നോമ്പ് പിടിച്ച് ക്ഷീണിച്ചു പോലും ഈ മജ്ലിസിൽ മുടങ്ങാതെ നിയ്യത്ത് വെച്ച് ഓടിയെത്തിയ കുടുംബങ്ങളാണ് അല്ലാ. ഈ കാണുന്ന ഓരോ കുടുംബങ്ങൾക്കും ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അല്ലാഹുവേ, ഒരു സെക്കൻഡെങ്കിലും ഈ മജ്ലിസിൽ ഇരുന്ന് ഈ ദിക്ർ ചൊല്ലിയ ഒരാൾക്ക് അല്ലാ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ, നരകത്തെ ഹറാമാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇത് റഹ്മത്തിന്റെ പത്താണ്, റഹ്മത്തിന്റെ ആദ്യത്തെ പത്താണ്. അല്ലാഹുവിനോട് നമ്മൾ റഹ്മത്തിനെ ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് വാരിക്കോരി ചൊരിഞ്ഞു നൽകണേ റബ്ബേ. അല്ലാഹുമ്മ, അല്ലാഹുവേ ഇർഹംനി, ഞങ്ങൾക്ക് കരുണ ചെയ്യണേ അല്ലാ. യാ അർഹമർ റഹീമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് മക്കളെ തരണോ, റഹ്മത്ത് തരണം. റഹ്മത്ത് എന്ന് പറയുന്നത് കരുണയാണ്, അനുഗ്രഹമാണ്, എല്ലാമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ റഹ്മത്തിന്റെ ആദ്യത്തെ പത്തിൽ നമുക്ക് നിയ്യത്ത് വെച്ച് ചെല്ലാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ ആദ്യത്തെ 10 കഴിയുമ്പോൾ ഒരു 10,000 തവണ ചുരുങ്ങിയത്, ഒരു 10,000 തവണ ചുരുങ്ങിയതെങ്കിലും നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് പറയല്ലാരും പറ്റൂലേ? വലിയ മഹത്വമാ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിഞ്ഞു തരണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് കരുണ തരണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞ് പറഞ്ഞ മക്കളില്ലാത്തവരെ നീയത്ത് വെച്ച് ചൊല്ലിക്കോ, വീടില്ലാത്തവർ നീയത്ത് വെച്ച് ചൊല്ലിക്കോ, ജോലിയില്ലാത്തവർ ചൊല്ലിക്കോ, അത് കുടുംബങ്ങളിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ചൊല്ലിക്കോ. ഇൻഷാ അല്ലാഹ് ഒരു 10,000 തവണ നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലി തീർക്കണം. മജ്ലിസിൽ വെച്ചല്ല, മജ്ലിസിൽ 11 ചൊല്ലുള്ളൂ. ഇൻഷാ അല്ലാഹ് ജോലി എടുക്കുന്ന സമയത്ത് മജ്ലിസ് കഴിഞ്ഞിട്ട് ഈ റഹ്മത്തിന്റെ 10 രാവിലെയൊക്കെ എത്രയോ സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഏറ്റെടുത്ത് നിങ്ങൾ വിചാരിച്ച നടക്കും, വിചാരിച്ച നടക്കാത്തൊന്നുമില്ല. 10,000 തവണ റഹ്മത്ത് ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാന ഈ റഹ്മത്തിന്റെ 10ന്റെ അവസാനം നമ്മൾ ആ റഹ്മത്തിന്റെ 10 ഈ ആദ്യത്തെ 10 നമ്മൾ ചെല്ലണ്ട ഈ ദിക്ർ 10,000 ചെല്ലിയവർക്ക് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ ചെല്ലാം ഇൻഷാ അല്ലാഹ്. 11 തവണ എല്ലാവരും ചൊല്ലിക്കോളി. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. 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 اللهم ارحمني يا ارحم الراحمين. 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 اللهم ارحمني يا ارحم الراحمين.
اللهم ارحمني يا أرحم الراحمين 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 റബ്ബേ റഹ്മത്തിന്റെ പത്താണല്ലോ അല്ലാഹ് ഞങ്ങൾക്ക് നീ റഹ്മത്ത് തരണേ അല്ലാഹ് കരുണക്കടലായ പടച്ചവനെ ഈ കാണുന്ന ലക്ഷക്കണക്കിന് കൻസുൽ ജന്നയിലെ കുടുംബങ്ങള് അല്ലാഹ് എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ് മക്കളെ നൽകണേ അല്ലാഹ് വീട് നൽകണേ അല്ലാഹ് ജോലി നൽകണേ റഹ്മാനേ എല്ലാം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടേ നമുക്ക് ജീവിക്കാനാകൂ അവന്റെ റഹ്മത്തില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും എല്ലാവരും ചോദിക്കൂ ഒരു 3 തവണയും കൂടി അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا أرحم الراحمين അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് റമളാൻ മാസം റഹ്മത്തിന്റെ ആദ്യത്തെ 10 നിന്റെ അടിമകൾക്ക് കരുണ ചെയ്യുന്ന റഹ്മത്ത് ചൊരിയുന്ന ഒരുപാട് പേരുടെ കല്യാണങ്ങൾ ശരിയാക്കുന്ന ഒരുപാട് പേർക്ക് വീട് നൽകുന്ന ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ മാറുന്ന ഒരുപാട് പേരുടെ രോഗങ്ങൾ മാറുന്ന ഈ റഹ്മത്തിന്റെ 10 റബ്ബേ ഞങ്ങൾക്ക് വാരി കോരി ചൊരിഞ്ഞു തരണേ അല്ലാഹ്